കഴിഞ്ഞിട്ട് അവിടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി, കുട്ടിയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ ദാമ്പത്യം കൊണ്ടുള്ള ഒരു മനസ്സമാധാനവും സന്തോഷവും കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒറ്റ മകളുള്ള വീട്ടിൽ നിന്നാണ് ഇയാൾ വിവാഹം കഴിച്ചിട്ടുള്ളത്. ആദ്യ നാളുകളിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വരെ കഴിയാറില്ല. ഇസ്ലാമികമായ വേഷവിധാനമാണ് ഇഷ്ടം എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഡ്രസ്സ് ധരിക്കാനൊക്കെ അവൾക്ക് താല്പര്യമില്ല. അവനെ മനസ്സിലാക്കാനോ ഒരു ആശ്വാസമൊക്കെ പറയാനോ അവൾ നിൽക്കാറില്ല. അവൾ അവളുടെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കും. അവളുടെ വീട്ടിലാണ് അധിക ദിവസവും അവൾ നിൽക്കാറുള്ളത്. അവൻ്റെ വീട്ടിൽ വന്നാൽ ഏറ്റവും കൂടിയാൽ 15 ദിവസം നിന്നാൽ പിന്നെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോകണം. എനിക്കിവിടെ ഫ്രീഡം ഇല്ല, ഇവിടെ ഒരുപാട് ആളുകളുണ്ട് എന്നൊക്കെയാണ് പറയാറുള്ളത്. എന്നാൽ അങ്ങനെ പ്രശ്നം ഉണ്ടാകേണ്ട, നമുക്ക് വേറെ വീടെടുത്ത് താമസിക്കാമെന്ന് പറഞ്ഞാൽ അതിനും അവൾക്ക് യോജിപ്പില്ല. എന്നും അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കണം. ശരിക്കും ഇദ്ദേഹം ഗൾഫിലുള്ള ഭർത്താക്കന്മാരെക്കാളും കഷ്ടമാണ് എന്ന് പറയാറുണ്ട്. ഫോൺ വിളിച്ചാലും അധികം സംസാരിക്കാറില്ല. കുറച്ച് കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ സംസാരിച്ച് ഫോൺ കട്ട് ചെയ്യും. ഒരു ഭാര്യ എന്നുള്ള യാതൊരു ഫീലിംഗും അവളിൽ നിന്നിപ്പോൾ ഫോൺ വിളിക്കുമ്പോൾ ഉണ്ടാകാറില്ല. ഇത് കാരണത്താൽ ഇനി മകളുടെ ഈ ലൈഫ് വരെ തകർന്നു പോകുമോ, സ്വഭാവം മോശമാകുമോ എന്നൊക്കെ അതിന് സംശയമുണ്ട്. വൈഫിൻ്റെ കൂടെ ജീവിച്ച് മതിയായി, ജീവിതം അടുത്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയാറുള്ളത്. ഞാൻ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ഇതിലൊരു സമാധാനമായിട്ടില്ല, ഒരു ബഹുമാനം കാണിക്കുന്നില്ല. അങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങൾ ഭാര്യയുടേതായി അയാൾ പറയുന്നുണ്ട്. എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഒരു ഭർത്താവിനോട് നിർവഹിക്കേണ്ട ബാധ്യതകളും കടമകളും ശരിയായി നിർവഹിക്കാത്ത സാഹചര്യം, അത് വളരെ കുറ്റകരമായിട്ടുള്ള ഒന്നാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഭർത്താവിനോടുള്ള അനുസരണം എന്ന് പറയുന്നത് അവളുടെ മതപരമായ ബാധ്യതയാണ്. ഇപ്പോൾ നിസ്കാരം, നോമ്പ്, ഹജ്ജ് പോലെ തന്നെ അവളുടെ ഒരു നിർബന്ധമായ കടമയാണ് ഭർത്താവിനെ അനുസരിക്കുക. ഭർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വിശാലമായ അർത്ഥമാണ്. എന്നെ ഒരാൾ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവർ ജീവിക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അത് വെറുതെ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതെന്താണ്, നമ്മളൊരാളെ അനുസരിക്കുന്നത്, നമ്മൾ മാതാപിതാക്കളെ അനുസരിക്കുന്നു. എന്തുകൊണ്ടാണ്? അനിഷ്കുറുലി പരിപാലിതയ്ക്ക് മാതാപിതാക്കൾ അതിന് മാത്രം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അവർ നമ്മുടെ രക്ഷാധികാരികളാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ അനുസരിക്കണം. അത് വലിയൊരു ബാധ്യതയാണ്. അതേപോലെ തന്നെയാണ് ഒരു ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയുടെ സമ്പൂർണ്ണ സംരക്ഷണങ്ങൾ ഏറ്റെടുത്ത് അവളെ എല്ലാ നിലക്കും സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന, ഒരു പൈസ പോലും അവൾക്ക് വരുമാനമില്ലെങ്കിലും അവളുടെ ജീവിതത്തിലെ ഒരു പ്രശ്നവും എന്തില്ല പ്രയാസവും അവൾക്ക് ഉണ്ടാവില്ല. അത്രമാത്രം സംരക്ഷിച്ചു. അങ്ങനത്തെ ഒരു ഭർത്താവിനോട് എന്ത് ചെയ്യണം? അയാളുടെ കൂടെ താമസിക്കണം, അയാൾ ഇഷ്ടപ്പെടുന്ന നിൽക്കണം, അയാൾ പറഞ്ഞത് കേൾക്കണം, അയാൾക്കൊരു ഭാര്യ എന്ന നിലക്കുള്ള എല്ലാ അവകാശങ്ങളും അയാൾക്ക് നൽകണം. ഇതൊക്കെ നിർബന്ധമായൊരു ബാധ്യതയാണ്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമ്മൾ എന്താ വെച്ചാൽ, ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് എല്ലാ നിലക്കും ഇദ്ദേഹം ഒരു ഭാര്യയോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും അവൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവൾ ഇവിടെയും പരലോകത്തും അതിൻ്റെ ദുരന്തങ്ങൾ അവർ അനുഭവിക്കും. കാരണം ഒരു ഭർത്താവ് നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ വീട്ടിൽ നിന്ന് കിട്ടൂല. അങ്ങനെ പിന്നെ വിവാഹം വേണ്ടല്ലോ, അവർക്ക് വീട്ടിൽ നിന്നാൽ പോരെ. ഒരു ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അപ്പോൾ അത് അവർക്ക് ലഭിക്കാതിരിക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം നഷ്ടമല്ല, അവരുടെ കൂടെ നഷ്ടമാണ്. എന്തുമാത്രം സന്തോഷവും സമാധാനവും സുരക്ഷിതത്വവും നിർഭയത്വവുമാണ് ഒരു ഭർത്താവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് എന്നൊരു സ്ത്രീ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോലും അയാളെ വേർപെട്ട് നിൽക്കൂല. അയാൾ എവിടേക്കും പോകുമ്പോൾ അവൾക്ക് അവളെ കൂടെ പോകണം. അയാളില്ലാത്തൊരു രാത്രി എന്ന് പറഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം ഭയാനകമായ ഒരു രാത്രിയാണ്. ജീവിതത്തിൽ എല്ലാറ്റിനും ഇത്രയും സന്തോഷകരമായ ഒരു ജീവിതത്തെ അവൾക്കും നഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളൊരു വശം നമ്മൾ കാണണമല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം മാനസികമായി ഒരു ഭാര്യ ഭർത്താക്കന്മാരെന്ന ഒരു ഇഷ്ടം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അല്ല സ്വാഭാവികമായി ആര് കല്യാണം കഴിഞ്ഞാലും ആണും പെണ്ണും തമ്മിലൊരു ബന്ധം പടച്ചുകൊണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എന്താണ് വളർത്തിക്കൊണ്ടുവരുവാനും പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും ഇവർക്ക് പറ്റിയിട്ടില്ല. കാരണം ഒരിക്കലും എന്ത് ചെയ്യൂല, ഭർത്താവിനെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ച ആളുകൾ തമ്മിൽ എന്താണ് ഒപ്പം നിൽക്കാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവില്ല. ഒരു എന്തെങ്കിലും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനുള്ളൊരു തദ്ദീപ് എന്നുള്ള നിലക്ക് അള്ള പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് കിടപ്പറ മാറിക്കിടക്കുക എന്നുള്ളത്. അതായത് എന്നും ഒന്നിച്ച് കിടക്കുന്ന ആൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് വിട്ട് കിടക്കുന്നു എന്ന് ഭർത്താവ് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് അത് എത്ര വലിയൊരു പണിഷ്മെൻ്റ് ആയിരിക്കും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഞാൻ എന്താ വെച്ചാൽ മാറ്റാം എന്നൊരു മറുപടി അവളെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നല്ലേ. അപ്പോൾ ഒരു കുറഞ്ഞ സമയം മാറിക്കടക്കുക എന്നുള്ളത് ഒരു പണിഷ്മെൻ്റായി ഒരു സ്ത്രീക്ക് അനുഭവപ്പെടുമെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ ഇതിങ്ങനെ വീട്ടിൽ പോയി സ്ഥിരം നിൽക്കാൻ പറ്റുന്നത്? അപ്പോൾ അവർ തമ്മിൽ എന്തുണ്ടാവുന്നില്ല, ഒരു മാനസികമായ ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ചോദിച്ച ആൾ അവിടെ നമുക്ക് പറയാനുള്ളത് അവരുടെ ബന്ധം രണ്ടു പേർക്കും ഉള്ളിൽ എന്താണ് സ്നേഹം
ഉണ്ടാകത്തക്ക വിധത്തിലുള്ള പെരുമാറ്റ രീതികൾ അവരിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. അവൾക്ക് എല്ലാ നിലക്കും എനിക്ക് എൻ്റെ സംരക്ഷകനും എന്നെ സ്നേഹിക്കുന്നതും ഇദ്ദേഹമാണെന്ന് അവൾക്ക് ഫീൽ ചെയ്യത്തക്ക വിധത്തിലുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും ഹദിയകളും സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് അവളെ നിരന്തരം വിളിച്ച് സ്നേഹിച്ച് വളരെ ലോലമായി സംസാരിച്ച് വളരെയധികം ഒരു നല്ല ഒരു ബന്ധം അവരുണ്ടാക്കി തീർത്ത് കൊണ്ടുവരിക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികത പരിഹരിക്കും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും നടക്കാതിരുന്നതാണോ നമുക്കറിയില്ല. ചിലത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ പരാതികളൊന്നും ഉണ്ടാവില്ല. അയാളുടെ ആദർശം അനുസരിച്ച് അവൾ പോവും, അയാളുടെ വിശ്വാസം അനുസരിച്ച് പോവും, അയാൾ വിചാരിക്കുന്നിടത്ത് അവൾ ഉണ്ടാകും. മാറി താമസിക്കണം എന്ന് പറഞ്ഞാൽ മാറി താമസിക്കാൻ അവൾ കൂടെ വരും. ഒറ്റയ്ക്ക് താമസിക്കുക എന്ന് പറഞ്ഞാൽ അവൾ വരാൻ തയ്യാറാകും. വാപ്പയും ഉമ്മയും എന്ന് പറഞ്ഞാൽ എന്നും ഇല്ലല്ലോ, അവരുടെ സ്നേഹത്തിനും കാര്യമൊക്കെ ഒരു പരിമിതിയില്ലേ. അപ്പോൾ ഭർത്തൃ വീട്ടിലും ഭർത്താവിനോടൊപ്പം കിട്ടുന്നതിനേക്കാളും അവൾക്ക് സുരക്ഷിതത്വം ഇപ്പോഴും വീട്ടിൽ തോന്നുന്നു എന്നത് ഇവിടെ നമ്മൾ പുനർവിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമായി തോന്നുന്നു.